തലശ്ശേരി പുന്നോൽ പെട്ടിപ്പാലം മാലിന്യ കേന്ദ്രത്തിലെ അവശേഷിക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. 5 കോടിയോളം രൂപ ചെലവിട്ടാണ് മാലിന്യം നീക്കുന്നത്. 1927 മുതലാണ് തലശ്ശേരി നഗരസഭ പെട്ടിപ്പാലത്ത് മാലിന്യം നിക്ഷേപിച്ചു തുടങ്ങിയത്. പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് 2012 മാലിന്യ നിക്ഷേപം അവസാനിപ്പിച്ചു. പ്രദേശത്ത് 56.888 മെട്രിക് ക്യൂബ് മാലിന്യം ഇന്നും കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മാലിന്യം നീക്കം ചെയ്യാൻ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശം വന്നതോടെ നഗരസഭ സ്വകാര്യ സ്ഥാപനവുമായി 5 കോടി രൂപയുടെ കരാറുണ്ടാക്കുകയും പ്രവൃത്തികൾ ആരംഭിക്കുകയുമായിരുന്നു. 3 ഹെക്ടറിലേറെ സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം ഖനനം ചെയ്ത് ഡ്രമ്മൽ, കൺവെയർ എന്നീ യന്ത്രത്തിൽ നിക്ഷേപിക്കും. ഇതിൽ നിന്ന് മണൽ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്, ടയർ, കുപ്പി എന്നിങ്ങനെ മാലിന്യം വേർതിരിക്കുകയുമാണ് ചെയ്യുന്നത്. 56.888 മെട്രിക് ക്യൂബ് മാലിന്യം ഇന്നും കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നേരത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നുവെന്നും മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി പറഞ്ഞു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലെഗസി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഭൂമി വീണ്ടെടുക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഉത്തരവ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പെട്ടിപ്പാലം, അതായത് ഏകദേശം 1927 മുതൽ 2014 വരെ ഈ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് മാലിന്യങ്ങൾ ആ സ്ഥലത്ത് കുന്നുകൂടിയിട്ടുണ്ട്. അത് പിന്നീട് ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് പിന്നീട് അവിടെ ശേഷിച്ച കാലം പിന്നെ അവിടെ നിക്ഷേപിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി നഗരസഭ ഒരു ബഹുവർഷ പ്രൊജക്റ്റ് എന്നുള്ള നിലയിലാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം സിമന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനും മണൽ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്തതിനാൽ റോഡ് നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.